ഹായ് ഓൾ. അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലെ എൻവിയോൺമെൻറ്റൽ അനാലിസിസ് എന്ന ചാപ്റ്ററിലെ ഇൻറ്റേർണൽ കോർപ്പറേറ്റ് അനാലിസിസ് എന്നൊരു ടോപ്പിക്കാണ് ഞാൻ ഇവിടെ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇൻറ്റേർണൽ കോർപ്പറേറ്റ് അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഫോർമുലേഷൻ ഓഫ് ആൻ ഇഫക്റ്റീവ് സ്ട്രാറ്റജി ഈസ് ബേസ്ഡ് ഓൺ എ ക്ലിയർ ഡെഫിനിഷൻ ഓഫ് കമ്പനീസ് മിഷൻ ആൻഡ് എ ത്രൂ ഇൻറ്റേർണൽ അനാലിസിസ് ഓഫ് ദ ഫേം. ഇൻറ്റേർണൽ കോർപ്പറേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഒരു സ്ട്രാറ്റജി എഫക്റ്റീവായിട്ട് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനിയുടെ മിഷൻ എന്താണ്, വിഷൻ എന്താണ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും അനലൈസ് ചെയ്യുകയും വേണം. ഇതിനെയാണ് ഇൻറ്റേർണൽ കോർപ്പറേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഫോർ ദ സക്സസ് ഓഫ് സ്ട്രാറ്റജി 3 കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. ഒരു സ്ട്രാറ്റജി സക്സസ് ആകണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ്, the strategy must be consistent with the conditions in the competitive environment. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് നിലവിലുള്ള നമ്മുടെ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് സ്ട്രാറ്റജി കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നാണ്. സെക്കൻഡ്, ദ സ്ട്രാറ്റജി മസ്റ്റ് പ്ലേസ് റിയലിസ്റ്റിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഫേംസ് ഇൻറ്റേർണൽ റിസോഴ്സസ് ആൻഡ് കേപ്പബിലിറ്റീസ്. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് ഫേമിൻ്റെ ഇൻറ്റേർണൽ റിസോഴ്സസിൻ്റെയും കേപ്പബിലിറ്റീസിൻ്റെയും അടിസ്ഥാനത്തിൽ സ്ട്രാറ്റജി റിയലിസ്റ്റിക് ആയിരിക്കണമെന്നാണ്. ഫൈനലി, ദ സ്ട്രാറ്റജി മസ്റ്റ് ബി കെയർഫുള്ളി എക്സിക്യൂട്ടഡ്. ലാസ്റ്റ് കണ്ടീഷൻ പറയുന്നത് സ്ട്രാറ്റജി കെയർഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇൻറ്റേർണൽ അനാലിസിസ് മസ്റ്റ് ബി ഡിഫിക്കൽട്ട് ആൻഡ് ചലഞ്ചിങ്. ഇൻറ്റേർണൽ അനാലിസിസ് ഡിഫിക്കൽട്ടും അതേപോലെ തന്നെ ചലഞ്ചിങ്ങുമാണ്. ഇറ്റ് ഇൻവോൾവ്സ് വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഗെസ്സസ് as well as objectives and standardized analysis. Internal analysisൽ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ്, എഡ്യൂക്കേഷണൽ ഗെസ്സസ്, ഒബ്ജക്റ്റീവ്സ്, സ്റ്റാൻഡർഡൈസ്ഡ് അനാലിസിസ് ഇവയെല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ദ ഇൻറ്റേർണൽ അനാലിസിസ് മസ്റ്റ് ഐഡൻറ്റിഫൈ ദ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓൺ വിച്ച് എ ഫേം ഷുഡ് അൾട്ടിമേറ്റ്ലി ബേസ് ഇറ്റ്സ് സ്ട്രാറ്റജി. ഇൻറ്റേർണൽ അനാലിസിസ് ഒരു ഫേമിൻ്റെ സ്ട്രാറ്റജിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. കോർപ്പറേറ്റ് സ്ട്രെങ്ത് ഈസ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് വീക്ക്നെസ് ഈസ് എ കൺസ്ട്രെയിൻറ്റ്. ഒരു കമ്പനിയുടെ കോർപ്പറേറ്റ് സ്ട്രെങ്ത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആയിട്ടും വീക്ക്നെസ്സസ് കൺസ്ട്രെയിൻറ്റ് ആയിട്ടുമാണ് ഉണ്ടാവുക. ദ കീ ഇൻറ്റേർണൽ ഫാക്ടർ ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഇൻക്ലൂഡഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, ക്യാഷ് ഫ്ലോ, ലൊക്കേഷൻസ്, ടെക്നോളജി ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു കമ്പനിയുടെ കീ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്, ക്യാഷ് ഫ്ലോ, ലൊക്കേഷൻസ്, ടെക്നോളജി, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്നിവയാണ്. ആഫ്റ്റർ ഐഡൻറ്റിഫിക്കേഷൻ ദീസ് ഫാക്ടേഴ്സ് മസ്റ്റ് ബി പ്രോപ്പർലി ഇവാലുവേറ്റഡ്. ഈ കീ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തതിനു ശേഷം ഇവ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ടോപ്പിക്കാണ് criteria to determine strength and weakness. 4 criteria can be used to classify an element into strength or weakness. ഒരു കമ്പനിയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിൻ്റെ എലമെൻറ്റ് ക്ലാസിഫൈ ചെയ്യാൻ 4 criteria യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഹിസ്റ്റോറിക്കൽ, നോർമേറ്റീവ്, കോമ്പറ്റേറ്റീവ് പാരിറ്റി ആൻഡ് ക്രിട്ടിക്കൽ ഫാക്ടർ ഫോർ സക്സസ്. ഈ 4 criteria എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ, നോർമേറ്റീവ്, കോമ്പറ്റേറ്റീവ് പാരിറ്റി, ക്രിട്ടിക്കൽ ഫാക്ടർ എന്നിവയാണ്. ഫസ്റ്റ് നമുക്ക് ഹിസ്റ്റോറിക്കൽ ക്രൈറ്റീരിയൻ എന്താണെന്ന് നോക്കാം. ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഹിസ്റ്റോറിക്കൽ ഓർ പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ലൈക്ക് സെയിൽസ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആർ കൺസിഡേർഡ്. ദ പ്രസൻറ്റ് പെർഫോമൻസ് അണ്ടർ ദ സെയിം ഹെഡ്സ് ഈസ് കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് ദ പാസ്റ്റ്. ആൻ ഇംപ്രൂവ്മെൻറ്റ് മേ ബി സീൻ എ സ്ട്രെങ്ത് ആൻഡ് ഡിക്ലൈൻ ആസ് വീക്ക്നെസ്. ഹിസ്റ്റോറിക്കൽ പെർഫോമൻസിൽ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസിൽ കൺസിഡർ ചെയ്യുന്നത് ഓർഗനൈസേഷനിലെ സെയിൽസ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്നിവയാണ്. ഇവിടെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസിൽ ഓർഗനൈസേഷൻ നിലവിലുള്ള പെർഫോമൻസിനെ പാസ്റ്റ് പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ 2 പാസ്റ്റ് ഇയേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 2019 ആൻഡ് 2020. 2019 നല്ല സെയിൽസ് ഉണ്ടായിരുന്നു, എന്നാൽ 2020 സെയിൽസ് കുറഞ്ഞു. അപ്പോൾ ഈ 2 ഇയേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. 2019 ഇംപ്രൂവ്മെൻ്റ് ആയ സെയിൽസിനെ സ്ട്രെങ്ത് ആയിട്ടും
2020 ഡിക്ലൈൻ ആയ സെയിൽസിന് വീക്ക്നെസ് ആയിട്ടുമാണ് ഹിസ്റ്റോറിക്കൽ ക്രൈറ്റീരിയനിൽ കൺസിഡർ ചെയ്യുന്നത്. സെക്കൻഡ്, നോർമേറ്റീവ് ക്രൈറ്റീരിയൻ. ഇൻ നോർമേറ്റീവ് ക്രൈറ്റീരിയൻ വി ആർ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സ് based on industrial practices and personal opinion. Norms for evaluation can be developed. ജഡ്ജ്മെൻറ്റ് മേക്ക് ചെയ്യുന്നതിനെയാണ് നോർമേറ്റീവ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രാക്ടീസസിൻ്റെയും പേഴ്സണൽ ഒപ്പീനിയൻസിൻ്റെയും ബേസിസിൽ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സ് മേക്ക് ചെയ്യുകയും അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നോർമേറ്റീവ് ക്രൈറ്റീരിയൻ പറയുന്നത്. തേർഡ്, കോമ്പറ്റേറ്റീവ് പാരിറ്റി. In competitive parity criteria, we make use the action of successful competitors or potential competitors. The premises is that the firm at the minimum must meet the actions of its competitors. ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെയും ആക്ഷൻസും അതുപോലെ തന്നെ അവരുടെ ക്രൈറ്റീരിയയും യൂസ് ചെയ്യുന്നതിനെയാണ് കോമ്പറ്റേറ്റീവ് പാരിറ്റി എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ഷൻസും ക്രൈറ്റീരിയസും കാണുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് കോമ്പറ്റേറ്റീവ് പാരിറ്റിയിലൂടെ പറയുന്നത്. ഫോർത്ത്, ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ്. ദ ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ഫോർ സക്സസ് ഈസ് ഓൾസോ കോൾഡ് ആസ് കീ ഫാക്ടേഴ്സ് ഫോർ സക്സസ്. ദിസ് ക്രൈറ്റീരിയൻ ക്യാൻ ഹെൽപ്പ് ടു എക്സാമിൻ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് മിനിമം റിക്വയർമെൻറ്റ്സ് ഫോർ സക്സസ്. ക്രിട്ടിക്കൽ ഫാക്ടേഴ്സിനെ കീ ഫാക്ടേഴ്സ് ഫോർ സക്സസ് എന്ന് പറയുന്നു. ഇവിടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എക്സാമിൻ ചെയ്യാനും സക്സസിൻ്റെ മിനിമം റിക്വയർമെൻറ്റ്സ് കണ്ടെത്താനും ഹെൽപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മെഷറിംഗ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ദ ഫോളോയിങ് മെഷേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിംഗ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഫസ്റ്റ്, ആട്രിബ്യൂട്ട് മെഷേഴ്സ്. ദീസ് refer to the statements developed to identify or list a characteristics or quality an organization possesses or likely to possesses in the near future. ആട്രിബ്യൂട്ട് മെഷേഴ്സിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി ഓർഗനൈസേഷനിലെ ക്വാളിറ്റി എംപ്ലോയീസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അവരുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ വീക്ക്നെസ്സും ഒക്കെ മെഷർ ചെയ്യുന്നു. ഇതിനെയാണ് ആട്രിബ്യൂട്ട് മെഷേഴ്സ് എന്ന് പറയുന്നത്. Second, effective measures. In this case, a characteristic is expressed by a statement that identifies in the capability of the organization and will help it in accomplishing a particular task or objective. Effective മെഷേഴ്സിൽ പറയുന്നത് ഓർഗനൈസേഷൻ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിന് ഒരു പർട്ടിക്കുലർ ടാസ്ക് കൊടുക്കുന്നു. ആ ഒരു ടാസ്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്, എന്തൊക്കെ സ്റ്റെപ്സാണ് ആ ടാസ്കിൽ യൂസ് ചെയ്തത്, ഇതിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മെഷർ ചെയ്യുന്നു. ഇതിനെയാണ് ഇഫക്റ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്. തേർഡ്, എഫിഷ്യൻസി മെഷേഴ്സ്. എഫിഷ്യൻസി ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ മെഷറിംഗ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. എഫിഷ്യൻസി മെഷേഴ്സ് ആർ ക്വാണ്ടിഫൈഡ്. എഫിഷ്യൻസി മെഷേഴ്സിൽ പറയുന്നത് ഓർഗനൈസേഷനിലെ പ്രൊഡക്ടിവിറ്റിയെ മെഷർ ചെയ്യുന്നതിനെയാണ് എഫിഷ്യൻസി മെഷേഴ്സ് എന്ന് പറയുന്നത്. എഫിഷ്യൻസി മെഷേഴ്സ് ക്വാണ്ടിഫൈഡ് ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫോർമാറ്റ് ടു അനലൈസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. പിയേഴ്സ് ആൻഡ് റോബിൻസൺ ഹാവ് സജസ്റ്റഡ് ദ ഫോളോയിങ് ചെക്ക് ലിസ്റ്റ് ഫോർ ഫങ്ഷണൽ ഏരിയാസ് ടു ഇവാലുവേറ്റ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഫങ്ഷണൽ ഏരിയാസിൽ എങ്ങനെയാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഫങ്ഷണൽ ഏരിയ ആണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എങ്ങനെയാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫെയിംസ് പ്രൊഡക്റ്റ് ഓർ സർവീസസ് ഓർ പ്രൊഡക്റ്റ് ലൈൻ, എബിലിറ്റി ടു ഗ്യാദർ നീഡഡ് ഇൻഫർമേഷൻ അബൌട്ട് മാർക്കറ്റ്, മാർക്കറ്റ് ഷെയർ ഓർ സബ് മാർക്കറ്റ് ഷെയർ, ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇഫക്റ്റീവ് സെയിൽസ് ഓർഗനൈസേഷൻ, നോളജ് ഓഫ് കസ്റ്റമർ നീഡ്സ്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എങ്ങനെയൊക്കെയാണ്, ഓർഗനൈസേഷന് സെയിൽസ് ഇഫക്റ്റീവ് ആയിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ അനലൈസ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ ഓഫ് സെയിൽസ് ടു എ ഫ്യൂ പ്രൊഡക്ട്സ് ഓർ കസ്റ്റമേഴ്സ്, പ്രൊഡക്റ്റ് സർവീസ് ഇമേജ് റെപ്യൂട്ടേഷൻ ആൻഡ് ക്വാളിറ്റി. ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് ഇമേജ്, റെപ്യൂട്ടേഷൻ, ക്വാളിറ്റി എങ്ങനെയൊക്കെയാണെന്ന് അനലൈസ് ചെയ്യുന്നു. ഇമാജിനേറ്റീവ്, എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് സെയിൽസ് പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസിങ്. പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഒക്കെ അഡ്വർടൈസിങ്
എങ്ങനെയൊക്കെ ഇഫക്റ്റീവായിട്ടാണോ എഫിഷ്യൻ്റ് ആയിട്ടാണോ എന്നൊക്കെ അനലൈസ് ചെയ്യുന്നു. പ്രൈസിംഗ് സ്ട്രാറ്റജി, ആഫ്റ്റർ സെയിൽസ് സർവീസ് ആൻഡ് ഫോളോ അപ്പ്, ഗുഡ് വിൽ ഓർ ബ്രാൻഡ് ലോയാലിറ്റി. നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയ ആണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എങ്ങനെയാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എബിലിറ്റി ടു റേസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ, എബിലിറ്റി ടു റേസ് ലോങ് ടൈം ക്യാപിറ്റൽ. ഷോർട്ട് ടൈം ക്യാപിറ്റലും ലോങ് ടൈം ക്യാപിറ്റലും റേസ് ചെയ്യുന്നതിലുള്ള എബിലിറ്റീസ് ഒക്കെ അനലൈസ് ചെയ്യുന്നു. കോർപ്പറേറ്റ് ലെവൽ റിസോഴ്സസ്, മൾട്ടി ബിസിനസ് ഫേം. മൾട്ടി ബിസിനസ് ഫേമിലൊക്കെയുള്ള കോർപ്പറേറ്റ് ലെവൽ റിസോഴ്സസ് ഒക്കെ അനലൈസ് ചെയ്യുന്നു. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രി ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്, ടാക്സ് കൺസിഡറേഷൻ, റിലേഷൻസ് വിത്ത് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റോക്ക് ഹോൾഡേഴ്സ്, കോസ്റ്റ് ഓഫ് എൻട്രി ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി, പ്രസൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ് പ്രാക്ടീസസ്. വർക്കിംഗ് ക്യാപിറ്റൽ അനലൈസ് ചെയ്യുന്നു. ഇഫക്റ്റീവ് കോസ്റ്റ് കൺട്രോൾ, എബിലിറ്റി ടു റെഡ്യൂസ് കോസ്റ്റ്, ഫിനാൻഷ്യൽ സൈസ്. നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയ ആണ് പ്രൊഡക്ഷൻസ് ഓർ ഓപ്പറേഷൻസ് ഓർ ടെക്നിക്കൽ. പ്രൊഡക്ഷൻസ്, ഓപ്പറേഷൻസ്, ടെക്നിക്കൽ എന്നിവയിലൊക്കെ എങ്ങനെയാണ് സ്ട്രെങ്ത്, വീക്ക്നെസ് എന്നിവ അനലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റോ മെറ്റീരിയൽസ് കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി. റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയൊക്കെ അനലൈസ് ചെയ്യുന്നു. ഇൻവെൻറ്ററി കൺട്രോൾ സിസ്റ്റംസ്, ലൊക്കേഷൻ ഓഫ് ഫെസിലിറ്റീസ്, ലേഔട്ട് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫെസിലിറ്റീസ്, ടെക്നിക്കൽ എഫിഷ്യൻസി ഓഫ് ഫെസിലിറ്റീസ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് കപ്പാസിറ്റി, ഇഫക്റ്റീവ് യൂസ് ഓഫ് സബ് കോൺട്രാക്റ്റിംഗ്, ഡിഗ്രി ഓഫ് വെർട്ടിക്കൽ ഇൻറ്റഗ്രേഷൻ, വാല്യൂ ആഡഡ് ആൻഡ് പ്രോഫിറ്റ് മാർജിൻ, efficiency and cost or benefits of equipment, cost and technological competencies relative to industry and competitors, R&D technology innovation. ഇന്നവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അനലൈസ് ചെയ്യുന്നു. പേറ്റൻറ്റ്, ട്രേഡ് മാർക്സ് ആൻഡ് സിമിലർ ലീഗൽ പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയ ആണ് പേഴ്സണൽ. പേഴ്സണൽ എങ്ങനെയാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് പേഴ്സണൽ, എംപ്ലോയീസ് സ്കിൽ ആൻഡ് മൊറൈൽ. എംപ്ലോയീസിന് സ്കില്ലും അതേപോലെ തന്നെ മൊറൈൽ ഒക്കെ അനലൈസ് ചെയ്യുന്നു. ലേബർ റിലേഷൻസ് ഓർ കോസ്റ്റ് റിലേറ്റീവ് ടു ഇൻഡസ്ട്രി ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്. എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് പേഴ്സണൽ പോളിസീസ്. ഇഫക്റ്റീവ് യൂസ് ഓഫ് ഇൻസെൻറ്റീവ്സ് ടു മോട്ടിവേറ്റ് പെർഫോമൻസ്. എംപ്ലോയീസിന് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്ത് നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യിക്കുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അനലൈസ് ചെയ്യുന്നു. എബിലിറ്റി ടു ലെവൽ പീക്സ് ആൻഡ് വാല്യൂസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, എംപ്ലോയി ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം, സ്പെഷ്യലൈസ്ഡ് സ്കിൽസ്, എക്സ്പീരിയൻസ്. നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയ ആണ് ഓർഗനൈസേഷൻ ഓർ ജനറൽ മാനേജ്മെൻറ്റ്. ഓർഗനൈസേഷൻ ഓർ ജനറൽ മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അനലൈസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്നു. ഫെയിംസ് ഇമേജ് ആൻഡ് പ്രസ്റ്റീജ്, ഫെയിംസ് റെക്കോർഡ് ഫോർ അച്ചീവിങ് ഒബ്ജക്റ്റീവ്സ്. ഫെയിംസ് അച്ചീവ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ അനലൈസ് ചെയ്യുന്നു. ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ അനലൈസ് ചെയ്യുന്നു. ഓവറോൾ ഓർഗനൈസേഷണൽ കൺട്രോൾ സിസ്റ്റം, എഫക്റ്റീവ്നെസ് ആൻഡ് യൂട്ടിലൈസേഷൻ. ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, use of systematic procedures and techniques in decision making, top management skill, capabilities and interest. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് ഇൻറ്റേർണൽ കോർപ്പറേറ്റ് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന അപ്രോച്ചസ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്നിവയാണ്. ഫസ്റ്റ്, ബേറ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ് അപ്രോച്ച്. ബേറ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ് ഹാവ് ഡിസ്ക്രൈബ്ഡ് എ കോൺസെപ്ച്വൽ അപ്രോച്ച് ഫോർ അനലൈസിങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ബേറ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ് എന്നിവർ ചേർന്ന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അപ്രോച്ചാണ് ബേറ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ് അപ്രോച്ച്. ഇതൊരു കോൺസെപ്ച്വൽ അപ്രോച്ചാണ്. ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അനലൈസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദേ സജസ്റ്റ് 3 dimensions such as മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻസ്. 3 dimensions ഇവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ്, ഫിനാൻസ് എന്നിവയാണ് ഈ 3 dimensions. The management dimension covers top management functions and broader issues. മാനേജ്മെൻറ്റ് ഡയമെൻഷൻ എന്നത് ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ്.
അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ബ്രോഡർ ഇഷ്യൂസൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. The operation dimension includes resource conversion and functions like production marketing. ഓപ്പറേഷൻ ഡയമെൻഷൻ കവർ ചെയ്യുന്നത് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് എന്നിവയാണ്. ഓർഗനൈസേഷനിൽ എത്രമാത്രം പ്രൊഡക്ഷൻ ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട് എന്നിവ അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫിനാൻസ് ഡയമെൻഷൻ ഇൻക്ലൂഡ് ക്യാപിറ്റൽ റിസോഴ്സസ്, വർക്കിംഗ് ക്യാപിറ്റൽ, ക്രെഡിറ്റ് പോളിസി. ഫിനാൻസ് ഡയമെൻഷനിൽ ക്യാപിറ്റൽ റിസോഴ്സസ്, വർക്കിംഗ് ക്യാപിറ്റൽ, ക്രെഡിറ്റ് പോളിസി എന്നിവയെല്ലാം അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ്, ഗ്രിഡ് അപ്രോച്ച്. ദിസ് ഈസ് സജസ്റ്റഡ് ബൈ ആൻസോഫ് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു ബെയ്റ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ്. ഗ്രിഡ് അപ്രോച്ച് സജസ്റ്റ് ചെയ്തത് ആൻസോഫ് ആണ്. ബെയ്റ്റ്സ് ആൻഡ് എൽഡ്രിഡ്ജ് അപ്രോച്ചിനേക്കാൾ മോർ ഓർ ലെസ് ആണ് ഗ്രിഡ് അപ്രോച്ച്. ദിസ് ഫോക്കസ് ഇൻ പ്രൊവൈഡിംഗ് ഓഡിറ്റ് പോയിൻറ്റ്സ് ഫോർ മാർക്കറ്റിംഗ്. ഗ്രിഡ് അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത് ഓഡിറ്റ് പോയിൻ്റ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. തേർഡ്, വാല്യൂ ചെയിൻ അനാലിസിസ്. ദിസ് ക്രിയേറ്റ്സ് ലിങ്ക്ഡ് എ സെറ്റ് ഓഫ് വാല്യൂ ക്രിയേറ്റിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ടിംഗ് ഫ്രം റോ മെറ്റീരിയൽസ് ടു പ്രൊഡ്യൂസിംഗ് ഓർ മാർക്കറ്റിംഗ് എ പ്രൊഡക്റ്റ്. വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസ് മുതൽ മാർക്കറ്റിംഗ് വരെയുള്ള വേരിയസ് ആക്ടിവിറ്റീസിനെയാണ് വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഇൻറ്റേർണൽ കോർപ്പറേറ്റ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ക്രൈറ്റീരിയ ടു ഡിറ്റർമൈൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. മെഷറിംഗ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫോർമാറ്റ് ടു അനലൈസ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഇൻറ്റേർണൽ കോർപ്പറേറ്റ് അനാലിസിസിൽ യൂസ് ചെയ്തിരിക്കുന്ന അപ്രോച്ചസ് അല്ലെങ്കിൽ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.